വീണ്ടും സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു സംഭവം, അതായത് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് മറ്റൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തി. പിന്നീട് അത് വളരെ വർഷങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായ വിവരം പുറത്തു വന്നു. കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിടുന്നു. അതെ, അത് സരോവരം പാർക്കിൽ അല്ലേ. പിന്നീട് അതിന് തിരച്ചിലുണ്ടായി. അതുവരെ ആ എലത്തൂർ സ്വദേശി വിജിൽ കാണാതായി എന്നാണ് ആളുകൾ വിചാരിച്ചത്. മറ്റെന്തോ കാര്യത്തിന് സ്ഥലം കുഴിച്ചപ്പോഴാണ് ഈ അസ്ഥികൂടം കിട്ടുന്നത്. എന്തായാലും അതിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. ആ ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹം വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ തന്നെയെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. DNA പരിശോധനയിലാണ് മൃതദേഹം വിജിലിന്റേതെന്ന് സ്ഥിരീകരിച്ചത്. കണ്ണൂർ ഫോറൻസിക് ലാബിലാണ് പരിശോധന നടത്തിയത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, വിശദാംശങ്ങൾ. വിജിൽ കേൾക്കാമോ? ക്ഷമിക്കണം, നന്ദഗോപാൽ കേൾക്കാമോ? അതായത് ഈ വിജിൽ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2019 ഈ വിജിലിന്റെ ഈ കൊലപാതകം, ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. അതായത് വിജിലും സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്ത് ഇരിക്കുകയായിരുന്നു, അവിടെ മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ വിജിൽ അമിതമായി ലഹരി ഉപയോഗിച്ചതോടെ മരണപ്പെടുകയും സുഹൃത്തുക്കൾ, ഭയന്നുപോയ സുഹൃത്തുക്കൾ വിജിലിനെ സരോവരത്തെ ചതുപ്പ് നിലത്തിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്യുകയായിരുന്നു. ഈ കൊല്ലം ആദ്യമാണ് പോലീസ് വീണ്ടും പഴയ തിരോധാന കേസുകളൊക്കെ എടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിജിലിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളിൽ ആണ് സുഹൃത്തുക്കളെ പിടികൂടുന്നതും പിന്നീട് സരോവരത്തെ ഇവർ കുഴിച്ചിട്ട ഭാഗത്തു നിന്നും അസ്ഥികൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വിജിലിന്റേതാണെന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ മൊഴി നൽകിയെങ്കിലും ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ആവശ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിജിലിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെ DNA ഉപയോഗിച്ച് പരിശോധിച്ചത്. ഈ DNA കണ്ണൂർ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കണ്ടെത്തിയ അസ്ഥികൾ വിജിലിന്റേതാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളിലേക്ക് കൂടെ പോലീസ് നീങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോ വർഷങ്ങൾക്ക് ശേഷം ചുരുളഴിഞ്ഞ ദുരൂഹതയാണ്. അപ്പോൾ അതിൽ വിജിൽ തന്നെയാണ് മരിച്ചത്. DNA പരിശോധനയിലൂടെ സരോവരത്ത് നിന്ന് ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം വിജിലിന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സത്യം എത്ര കുഴിച്ചു മൂടിയാലും ഒരു നാൾ മറനീക്കി പുറത്തു വരും. ആപ്തവാക്യം വീണ്ടും വീണ്ടും അന്വർത്ഥമാവും.